ഹലോ ഗായ്സ്, ജമലി വ്ലോഗിലിട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ടെറസ് ചെയ്യാണ്. ഇപ്പം 6:30 ആയി. ഇനിയിപ്പോൾ ഇറങ്ങും. വണ്ടി വന്നായിരുന്നു, ബട്ട് അത് ഇവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇറങ്ങും. ബാക്ക് നല്ല ക്ലൈമറ്റ്, കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട്, മലയുടെ ഒരു ഏരിയ. ഇത്രയും ക്ലൈമറ്റാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. നമ്മൾ രാവിലെ വെളുപ്പിലെണീറ്റ് 5:30 ആയപ്പോഴേ എണീറ്റ് കുളിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇറങ്ങും. എല്ലാവരും വന്നു തുടങ്ങി. എന്നിട്ട് ഇനിയിപ്പം വണ്ടിയിൽ കയറും. ഒരു യാത്രയാണ്. ഇനി വഴിയെല്ലാം നമുക്ക് കാണാം, ഓരോരോ കാഴ്ചകളായിട്ട്. ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പം പോണം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ പോവുകയാണ്. വണ്ടിയിൽ പാട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ സൗണ്ട് കുറച്ചാണ്. നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് വൈബടിച്ച് പോവുകയാണ്. അപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് കുടുങ്ങി. പിന്നെ അത് റെഡിയാക്കി നേരെ നമ്മൾ സ്റ്റാർട്ടായി പോയി. പിന്നെ ഞാൻ എൻ്റെ മോന്തൊക്കെ കാണിച്ച് അങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ. നമ്മൾ ബാക്ക് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഇങ്ങനെ സെറ്റായിട്ട് പോയി. അപ്പുറത്തെ ചാട്ടിലും ഞാനും ഇപ്പുറത്തായിട്ട് ഇരുന്ന് വൈബ് ആസ്വദിച്ച് പിന്നെ നമ്മൾ റോഡെത്തി. പിന്നെ അത്യാവശ്യം കടകളും കാര്യങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ടൊക്കെ പോയപ്പോഴാണ് കൂടുതലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സൂര്യൻ്റെ വെട്ടടിക്കുന്നതുകൊണ്ട് നമ്മളെ ക്യാമറ മൊത്തത്തിൽ പതിഞ്ഞിരിക്കണം. പിന്നെ കണ്ടതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണ് നമ്മൾ. അത്യാവശ്യം വൈബ് സ്ഥലമായിരുന്നു. കുറേ മരങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ മലകൾ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. കിടിലൻ വൈബായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ മലയാണ്. അത് നമുക്ക് ഡയറക്റ്റ് കാണുമ്പം നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മേഘത്തിനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഇരിക്കട്ട്, മേഘം ചുമ്മാ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് മേഘത്തിനെടുത്ത്. വണ്ടി അടിച്ച് പിളർന്നാണ് പോണത്. അപ്പം കിടിലായിട്ട് പോയി. പിന്നെ നമ്മുടെ ഈ മലയിൽ ഇപ്പോൾ നിങ്ങൾ മരത്തിൻ്റെ കൂടാണ് കാണുന്നത്. ഇതാണ് നിങ്ങളെ മല. നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അവിടുത്തെ ഫ്രണ്ടിലുള്ള മലയാണ്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് ചിരിച്ചൊക്കെ. ചിരിക്കുകയാണ് ഒരു ലേക്ക്. അപ്പം ചിരിച്ച് ഇറങ്ങി നേരെ ഹോട്ടലിലോട്ട് നടക്കുകയാണ് ഗൈസ്. ഹോട്ടലിലോട്ട് നടക്കുകയാണ്. ആ ചൂടിട്ടപ്പോൾ ഷർട്ടിട്ടപ്പോൾ എന്ത് അവിയലായിരുന്നെന്നറിയാമോ? നല്ല അവിഞ്ഞ് കയറി. നേരെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ നെയ് റോസ്റ്റാണ് പറഞ്ഞത്. നെയ് റോസ്റ്റ്, ദോശയിൽ ഇതും, പിന്നെ വട ഉണ്ടായിരുന്നു, 2 ഐറ്റം ചമ്മന്തി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തെങ്ങും തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ് നമ്മൾ. പിന്നെ വീണ്ടും നമ്മളെ വണ്ടിയിൽ അവിടെ ഫ്രണ്ടിൽ ചേച്ചിമാരൊക്കെ ഇരുന്ന് ഡാൻസ് കളിച്ച്. പിന്നെ മലയും കാര്യങ്ങളൊക്കെ. ഇതാണെന്തോ സ്കൂളാണെന്ന് തോന്നുന്നു. പിന്നെ കറങ്ങണ യന്ത്രമൊക്കെ കണ്ടത്, മറ്റേ കറണ്ട് പറഞ്ഞ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ സംഭവമൊക്കെ കണ്ട് വിഷയമായിരുന്നു. വൈബ് യാത്രയായിരുന്നു. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ തന്നെ ഏകദേശം 10:30 കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പം. വൈബായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ്. ഫസ്റ്റ് ഒരു അമ്പലത്തിലാണ് പോയത്. അമ്പലത്തിൽ ഇപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങറ്റം ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബീച്ചിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. നേരെ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ നടന്ന് പോവുകയാണ്. അമ്പലത്തിൻ്റെ അകത്ത് കയറി അതിനുശേഷം തൊഴുതിറങ്ങി. നമുക്ക് ഫോൺ അലൗഡല്ല, അതുകൊണ്ട് ഉടുപ്പൊക്കെ ഊരണമായിരുന്നു. അങ്ങനെ ഊരിയിട്ടൊക്കെയാണ് കയറിയത്. പിന്നെ ഉടുപ്പൊക്കെ ഇട്ട് വന്ന് നേരെ പിന്നെ ഉടുപ്പ് മാറ്റി. ആ ഉടുപ്പിട്ട് അവിയാണ്. നമ്മൾ ഉടുപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ബീച്ചിൽ ഇറങ്ങി കുളിക്കണമെന്ന് പറഞ്ഞപ്പം ഉടുപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു കോവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ മെയിൻ സംഭവം നടക്കാൻ പോകുന്നത്. ഈ കാതുകുത്തലും ഈ ഇതൊക്കെ മുട്ട അടിക്കണതൊക്കെ. മുട്ട അടിക്കാനായിരുന്നു. തലയൊക്കെ വെച്ച് മുട്ട അടിച്ച് ലുക്കാക്കി സംഭവം. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മുടി പോയപ്പോഴാണ് ഇത്തിരി, എന്നുവെച്ചാൽ മുടി പോയപ്പം കുറച്ചുകൂടെ ഗ്ലാമറായി. അതിനുശേഷം കാതുകുത്താനാണ് വന്നത്. അതിലവർ ഒരു സംഭവം ഇട്ട് അളവെടുക്കുകയാണ്. കുത്തി അളവ് പറഞ്ഞിട്ട് അതിലാണ് ഈ സാമാനം വെച്ച് കുത്തണത്. എൻ്റെ അമ്പോ, വല്ലാത്തൊരു സംഭവമാണ്. അവർക്ക് കുത്തണ, നമുക്ക് പേടിയൊന്നും ഇല്ലാത്ത പോലെ പിടിച്ച് അമർത്തി അങ്ങോട്ട് കണ്ടാ.
അമർത്തി അങ്ങ് വിട്ടാണ്ടോ. കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. അത് അമർത്തി അങ്ങ് ഒരു ഒറ്റയായിട്ട് നമ്മൾ ഗണ്ണ് വെച്ച് അടിക്കുന്ന ഫീലല്ല ഇത് പിടിച്ച് ഒരു അമർത്താണ്. ഗണ്ണൊക്കെ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ സുഖം, ഒന്നും അറിയണ്ട, ഒരു ടിക്കുന്ന സൗണ്ടൊക്കെ എത്താകുമ്പോൾ. പിന്നെ ബസ്സിൽ സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ നേരെ കയറി കിടന്നു ബസ്സിൽ. സോ കിടന്ന് തിരിഞ്ഞൊക്കെ കിടന്ന് വൈബ് ആസ്വദിച്ചാണ് പോയത്. പിന്നീട് എണീറ്റ് നടന്ന് ഈ പൊമ്മയൊക്കെ കൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകണം. നെക്സ്റ്റ് കോവിലാണ് ഇപ്പോൾ നിൽക്കണം. അപ്പോൾ മൊത്തം 3 കോവിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ബാഗ് എടുത്ത് നേരെ ബീച്ചിൽ വന്നു. സോ ഇതാണ് നമ്മളെ ബീച്ച്. കണ്ടില്ലേ, വൈബ് ബീച്ചായിരുന്നു. അത് നമ്മളിപ്പം ഒരു മണ്ടേരെ മുകളിലാണ് നിൽക്കണം, അത്യാവശ്യം മുകളിലാണ് നിൽക്കുന്നത്, ഈ ഒരു കമ്പിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പിന്നീട് താഴോട്ട് പോകാമെന്ന് പറഞ്ഞുള്ള ഒരു നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നേരെ പോയി കുളിച്ചിട്ട് വന്നു. നമ്മളെ ഐഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലടേ. അതുകൊണ്ട് കുളിച്ച് കയറിയതിനു ശേഷം വീഡിയോ എടുത്ത് എല്ലാവരും കണ്ട ഉടുപ്പ് കൂരി നിൽക്കണുണ്ടോ. അത് ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ കുളിച്ചത്. അങ്ങനെയല്ല കുളിച്ചെന്ന് വെച്ചാൽ ബീച്ചിൽ കുളിച്ച്, പിന്നീട് കുളിച്ച് നേരെ വണ്ടി കയറി വൈബ് ആസ്വദിച്ച് കിടന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് രാത്രിയായി. നമ്മളെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഡാൻസ് കളിയാണ് ഗൈസ്. ഡാൻസ് ചേച്ചിമാരൊക്കെ ഡാൻസ് കളി, ഞാനാണ് പാട്ടിട്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഷോ ആണ് കാണിച്ചത്. അതേപോലെ തന്നെ ബാക്കിലിരുന്ന മുട്ടക്കുട്ടി തരിപ്പുണ്ട്, മുട്ടക്കുട്ടി ഇരുന്ന് ഡാൻസ് കളിയാണ്. പിന്നെ അച്ഛൻ തരിപ്പുണ്ട്. നമ്മൾ വൈബ് ഫുൾ വൈബായിരുന്നു ഗൈസ്. എന്താ വൈബടിച്ചതാ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മളിപ്പം ഇന്ന് ഉച്ചയാകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, ഇന്ന് തിങ്കളാണ്, നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങും. വീഡിയോ ഒന്നും വരുന്നൊന്നും പറയാൻ പറ്റില്ല, അതിങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ട്. എനിക്ക് സൗണ്ട് വെച്ച് റെക്കോർഡ് ചെയ്താൽ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. എനിക്ക് ഈ ക്രൗഡിൻ്റെ ഇടയിൽ സംസാരിച്ച് വീഡിയോ എടുക്കൊരു എന്തോ പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് റെക്കോർഡാണ് ചെയ്യണം. സോ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോ വരണം. അപ്പോൾ എഡിറ്റിങ് ചെയ്ത് റെക്കോർഡൊക്കെ ചെയ്ത് അതിപ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്തായാലും നാളത്തേക്കകത്ത് അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കകത്ത് പോസ്റ്റ് ആവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യുന്ന എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു. ജിമനി സേനയാണോ, ശുഭദിനം. ടാറ്റാ.